അങ്ങനെ ഏകദേശം ഒരു 3:30-4 മണി ആയതോടെ നമ്മൾ ഫത്തേപൂർ സിക്രി എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആണെങ്കിൽ തന്നെ പുറത്ത് നല്ല ചൂടായിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റാത്തത്രയും ചൂടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇലക്ട്രിക് വാൻ എടുത്തിട്ടാണ് ഉള്ളിലോട്ട് പോയത്. പിന്നെ നമുക്ക് ഗൈഡൊക്കെ ഉണ്ടായിരുന്നു, അവർ നമുക്ക് പഴയ ചരിത്രങ്ങളും പഴയ കഥകളൊക്കെ പറഞ്ഞു തന്നെ. നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗേറ്റ് വേ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബുലാൻ ദർവാസ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ ഫോട്ടോ കാണിക്കാം. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പതിയെ സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റിയില്ല, അതുപോലെ കണ്ട് ആസ്വദിക്കാൻ പോലും പറ്റിയില്ല. ഈ ചൂടത്തെ ഏറ്റവും ബാധിച്ചത് നമ്മുടെ പിള്ളേരാണ്, അവരെല്ലാം സൈഡായിട്ട്. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ ഹോട്ടലിലോട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡൽഹി, ആഗ്ര പോലുള്ള സ്ഥലങ്ങൾ പോകണ ഏറ്റവും നല്ല സമയം ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ടൈമിൽ പോകണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലെത്തി ചെക്ക് ഇൻ ചെയ്തു. പുരുഷന്മാരെല്ലാം ഒരു റൂമിലും സ്ത്രീകളെല്ലാം വേറൊരു റൂമിലും ആയിരുന്നേ. അങ്ങനെയായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ ഫ്രഷ് ആയിട്ട് അവരുടെ റൂമിൽ പോയി. അപ്പോഴത്തേക്കും അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളവർ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവരെ സമാധാനമായിട്ട് ഉറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എന്നാലേ അച്ഛനും അമ്മയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെപ്പോലെ ഇപ്പോഴും സിംഗിൾ, അതായത് പിള്ളേരില്ലാതെ എൻജോയ് ചെയ്യുന്ന നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ പയ്യെ എൻജോയ്മെൻറ്റ് തുടങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ ചിരിയാ വരുന്നത്, ഞാനൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ. നമ്മുടെ ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും കംഫർട്ട് സ്പേസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാം മറന്നൊന്ന് എൻജോയ് ചെയ്യാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റുന്നത്. പിറ്റേ ദിവസം 5:30 എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞ ടീമുകളാണ് നമ്മൾ. 1 മണിയായിട്ട് നമ്മൾ നമ്മുടെ ഡാൻസുകൾ നിർത്തിയിട്ടില്ല. അവസാനം ഹോട്ടലിലെ ജോലി ചെയ്യുന്ന ആൾ വന്നിട്ട് പറഞ്ഞ സൗണ്ട് ഒന്ന് കുറയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ താഴെ റൂമിൽ, നമ്മളുടെ റൂം താഴെയായിരുന്നു, അങ്ങനെ നമ്മൾ താഴത്തെ റൂമിലോട്ട് പോയത്. സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ക്വാർട്ടേഴ്സിൽ വന്നിട്ടുള്ള ഇവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണെന്നാണ്. കാരണം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ അത്രയും ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 12:45, 1 മണിയൊക്കെ ആയി. ഇനിയും ഹോട്ടൽ ജോലിക്കാർ വന്ന് തെറി പറയുന്നതിന് മുൻപ് നമ്മൾ പോയി കിടന്നു. വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയം. കുഴപ്പം. ബാക്കി വിശേഷങ്ങളും നമ്മൾ നാളെ പോകുന്ന സ്ഥലമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.